ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിലുള്ള പല രഹസ്യങ്ങളും, നമ്മുടെ ഫോട്ടോകൾ, നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ വീഡിയോ, അങ്ങനത്തെ പല കാര്യങ്ങളും മറ്റുള്ള ആളുകൾ രഹസ്യമായി ചോർത്തി കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. അത് പലതരം അപ്ലിക്കേഷൻസ് വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന പെർമിഷൻസ് വഴിയൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഇത് തടയാൻ വേണ്ടി നല്ലൊരു മാർഗ്ഗമുണ്ട്. രണ്ട് മാർഗ്ഗങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇവർക്ക് ഇങ്ങനത്തെ ഒരു അറിവ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഉടൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി അപ്ലിക്കേഷൻസ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഈ അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പെർമിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി നമ്മുടെ ഡാറ്റകൾ, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ്, ഫോട്ടോസ്, ഇതൊക്കെ മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ രണ്ട് സെറ്റിംഗ്സ് കാണിച്ചു തരാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്ന് പ്ലേ സ്റ്റോറിലാണ്, ഒന്ന് സെറ്റിംഗ്സിലാണ്. രണ്ടും നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെങ്കിലും അത് സെറ്റ് ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ഓവർവ്യൂ കാണിക്കുന്നുണ്ട്, മാനേജ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ മാനേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ തൊട്ട് മേലെ റീസെന്റ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ. അവിടെ 3 ലൈൻസ് കാണിക്കുന്നുണ്ട്. ആ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ബൈ നെയിം, മോസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ലേറ്റസ്റ്റ്, ലീസ്റ്റ് യൂസ്ഡ്, റീസെന്റ് അപ്ഡേറ്റഡ്. നമുക്ക് വേണ്ടത് ലീസ്റ്റ് യൂസ്ഡ് ആണ്. അതായത് ഏറ്റവും അവസാനം നമ്മൾ തീരെ ഉപയോഗിക്കാത്ത, അതായത് 3 മാസം 6 മാസം ഒക്കെ നമ്മൾ തീരെ ഉപയോഗിക്കാത്ത അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇത് വഴിയൊക്കെ നമ്മുടെ ക്യാമറയുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ടിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഡിലീറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രമല്ല, നമ്മൾ ഇതിലൊക്കെ വഴിയാണ് നമ്മുടെ ക്യാമറ ആക്സസ് ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ കോൺടാക്ട്സിലെ ആക്സസ്, അതുപോലെ തന്നെ ഗാലറിയിലുള്ള ആക്സസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മേലെയുള്ള ആ ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണുന്നില്ലേ, ഏറ്റവും മേലെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ ചില ആളുകൾ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് സെറ്റിംഗ്സിലാണുള്ളത്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്സ്, ആ ആപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് മാനേജ്മെന്റ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവിടെ ഞാൻ ഏറ്റവും മുകളിലുള്ള ഒരു ആപ്ലിക്കേഷൻ, എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾ ഇത് ചെയ്തു വെക്കുക. ഒരു ആപ്ലിക്കേഷൻ മാത്രം ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പെർമിഷൻ പറയുന്ന ഓപ്ഷൻ, ആ പെർമിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഒക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ അലൗ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ, കോൺടാക്ട്സ്, ഫോണിനൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുവഴിയൊക്കെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അപ്പൊ നമുക്ക് ഇവിടെ താഴെ ഡോണ്ട് അലൗ ആണ് കൊടുത്താൽ മതി. പക്ഷേ ഡോണ്ട് അലൗ, ചില ആപ്ലിക്കേഷൻ ഡോണ്ട് അലൗ കൊടുത്താൽ അത് വർക്ക് ചെയ്യാത്ത പ്രശ്നം വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളെ ക്യാമറയും കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ അവരെടുക്കുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇതെന്താണ്, ഇതവിടെ ഡെഡ് ആയിട്ട് നിന്നോളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫോണിൽ അത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഈ പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്നുള്ള ആ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടിപൊളി ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാൻ മറക്കരുത്.